അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സംസ്കാര ചടങ്ങ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കും. ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. അതേസമയം വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ 92 പേരെ തിരിച്ചറിഞ്ഞു. 5 പേരുടെ DNA സാമ്പിളുകൾ വീണ്ടും പരിശോധിക്കും. ഇതിൽ 47 പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ഏറ്റവും സങ്കടകരമായ ദൃശ്യങ്ങളിലൂടെയാണ് അല്പസമയം മുമ്പ് കടന്നുപോയത്. വിജയൻ രൂപാണിയുടെ മൃതദേഹം എത്തിക്കുന്നു, അന്തിമോപചാരം അർപ്പിക്കുന്ന കുടുംബാംഗങ്ങളെയും ഒക്കെ കണ്ടു. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റ് 91 തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ 40-ലധികം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ കാഴ്ചകൾ ഓരോ വീടുകളിലും ഇങ്ങനെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞേക്കും. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, വിജയ് രൂപാണിയുടെ ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കഴിഞ്ഞിരിക്കുന്നു. 11:30 ഭൗതികദേഹം കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം ഈ ഭൗതികദേഹം രാജ്ഘട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണിയോടുകൂടി നടക്കും. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിജയ് രൂപാണി അദ്ദേഹം 2016 മുതൽ 2021 വരെയുള്ള 5 വർഷ കാലഘട്ടം ഗുജറാത്തിനെ നയിച്ച ഗുജറാത്തിന്റെ 16ാമത് മുഖ്യമന്ത്രിയാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയായിരുന്നു. അതിനാൽ സമൂഹത്തിന്റെ നാനാ തുറയിൽപ്പെട്ട ആളുകൾ ഈ സംസ്കാര ചടങ്ങിന്റെ ഭാഗമാകാനായി രാജ്ഘട്ടിലേക്ക് വൈകുന്നേരം എത്തും. അതേസമയം നിരവധി മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കൾക്ക് കൈമാറുന്നതും അഹമ്മദാബാദിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഫ്ലൈറ്റിനകത്ത് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധ്യമാവുകയുള്ളൂ. മുഴുവൻ ശരീരവും കത്തിക്കഴിഞ്ഞ നിലയിലാണ്. അതിനാൽ ഈ സാമ്പിളുകൾ പരിശോധിക്കുന്ന നടപടികൾ ഇപ്പോഴും അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് തുടരുന്നത്. ഏതാണ്ട് 230ഓളം അടങ്ങുന്ന ഒരു ടീം തന്നെ ഇതിന്റെ ഏകോപനത്തിനായി ഗുജറാത്ത് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി ഗൗതം.